മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് മഞ്ഞുമ്മൽ ബോയ്സിനെ പറ്റിയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായി മാറിയ ഒരു ചിത്രമാണ്. ഈ ഒരു സിനിമ തിയേറ്റർ വിജയത്തിന് ശേഷം ഇപ്പോൾ OTTയിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷനായി മാറിയിരുന്നു. ഇത്രയും വലിയൊരു കളക്ഷൻ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് നേടാൻ സഹായകമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കുന്നത്. 242.3 കോടി രൂപയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ആഗോള ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. ഈ ഒരു സിനിമ ഇത്രയും അധികം കളക്ഷൻ നേടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് പരിശോധിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു സിനിമ ആരാധകനാണെങ്കിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷനായി മാറിയ സിനിമയാണ്. ഇപ്പോൾ ചിത്രം OTTയിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. തിയേറ്ററുകളിൽ വലിയ വിജയത്തിന് ശേഷമാണ് ചിത്രം OTTയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഇത്രയും വലിയ വിജയമാകാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ ഘടകങ്ങളാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് വളരെ ചെറിയ ഒരു ഇൻഡസ്ട്രിയാണ്. അതായത് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഒക്കെ അപേക്ഷിച്ച് ഇവിടെ ഒരു 100 കോടി ക്ലബിലൊക്കെ സിനിമ ഇടം പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ 100, 150, 200 കഴിഞ്ഞ് 250 കോടിക്ക് അടുത്ത് വരെ എത്തി. നമ്മുടെ മുമ്പുള്ള ഈ ഒരു സിനിമയെക്കാട്ടിൽ തൊട്ടടുത്ത കളക്ഷനിൽ നിൽക്കുന്ന സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 2018, ലൂസിഫർ, പുലിമുരുകൻ തുടങ്ങിയ സിനിമകളാണ്. അപ്പോൾ ഒരു സിനിമയുടെ ഇത്രയും വലിയ ഒരു വിജയത്തിന് പിന്നിൽ കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമെന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പ്രസൻസ് ആണ്. അപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന സിനിമകളൊക്കെയും ഇപ്പം പുലിമുരുകനാണെങ്കിലും ലൂസിഫർ ആണെങ്കിലും ലാലേട്ടനുണ്ട്. പിന്നെ 2018 എന്ന സിനിമയിൽ ടോവിനോ ഉണ്ട്. കൂടാതെ അതിൽ കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, അതുപോലെ മികച്ച സ്റ്റാർസുകൾ ഒരുപാടുണ്ട്. മാത്രവുമല്ല അതിൽ പ്രളയം എന്നൊരു എഫക്റ്റ് അതിൽ വന്നിട്ടുണ്ട്. പ്രളയം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി എടുത്തത് കൊണ്ടാണ് 2018 എന്ന് പറഞ്ഞ സിനിമ ഇത്രയും വലിയ ഒരു വിജയമായത്. കാര്യം പ്രളയത്തിൻ്റെ ഒരു ദുരന്തം നേരിട്ട് അനുഭവിച്ചവരും അത് മനസ്സിലാക്കിയവരുമാണ് മലയാളികളെല്ലാം. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തെ ആസ്പദമാക്കി ഒരു സിനിമ വരുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ അനുഭവിച്ച, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ അനുഭവിച്ച ഈ ഒരു പ്രളയത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ദുരന്തവും കണ്ടവരും അനുഭവിച്ചവരുമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സിനിമ കാണണമെന്നൊരു ആഗ്രഹം, ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നിയത് ഈ ഒരു സിനിമയുടെ വിജയത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി. പക്ഷേ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ അങ്ങനെ പ്രളയം പോലെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല. എന്നിട്ടും ഈ സിനിമ എന്തുകൊണ്ട് ഇത്രയും വലിയ വിജയമായി? ഇതിൽ 1-2 ഘടകങ്ങളാണുള്ളത്. മെയിനായിട്ട് ഈ സിനിമ മലയാളത്തിലേതുപോലെ തന്നെ തമിഴിലും വലിയൊരു കളക്ഷൻ നേടാൻ സാധിച്ചു. അതായത് തമിഴിൽ വലിയൊരു ഹിറ്റായി മാറി ഈ സിനിമ. അതാണ് ഈ സിനിമയുടെ ഇത്രയും വലിയൊരു കളക്ഷന് കാര്യം. തമിഴിൽ വലിയ കളക്ഷൻ നേടുകയും ആ ഒരു ചിത്രത്തിന് തമിഴ്നാട്ടിൽ കിട്ടുന്ന സ്വീകാര്യത ഇന്ത്യ മുഴുവനും ഈ ഒരു ചിത്രത്തിന് വലിയൊരു സ്വീകാര്യത നേടിക്കൊടുത്തു. അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും വലിയ കളക്ഷൻ നേടാൻ സാധിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 1-2 ഘടകങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ മന്ത്രിയും നടനുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഇത് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. അത് ഈ ഒരു സിനിമയുടെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമായി മാറി. കാര്യം ഉദയനിധി സ്റ്റാലിനെ പോലെ ഒരു മന്ത്രിയായിട്ടും ഉള്ള ഒരാൾ പറയുമ്പോൾ ആ ജനങ്ങൾ അത് ഏറ്റെടുക്കും. അങ്ങനെ ഉദയനിധി സ്റ്റാലിൻ ഈ സിനിമയെ പറ്റി പറഞ്ഞ വാക്കുകൾ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വലിയ ഓളമാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ജനങ്ങൾ കൂട്ടമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയും ഈ സിനിമ തമിഴ്നാട്ടിൽ വലിയൊരു വിജയമായി മാറുകയും ചെയ്തു. ആ സമയത്ത് തമിഴ്നാട്ടിൽ വലിയ മികച്ച ചിത്രങ്ങളൊന്നും തിയേറ്ററുകളിൽ ഓടാതിരുന്നതും ഈ ഒരു സിനിമയുടെ വിജയത്തിന് കളമൊരുക്കി. പിന്നീട് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ സിനിമയുടെ കഥ നടക്കുന്നതും ഈ സിനിമ ചെയ്തിരിക്കുന്നതും ഗുണ കേവിനെ ചുറ്റിപ്പറ്റിയും അതിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു അപകടത്തെ ചുറ്റിപ്പറ്റിയുമാണ്.
അപ്പോൾ ഈ ഒരു സിനിമ ഗുണ കേവിനെ ചുറ്റിപ്പറ്റി എടുത്തത് ആയതുകൊണ്ടും ഈ ഒരു സിനിമയിൽ ഗുണ എന്ന കമലഹാസൻ്റെ സിനിമയുടെ റെഫറൻസുകൾ വന്നിട്ടുള്ളതും ഈ ഒരു സിനിമയുടെ വിജയത്തിൻ്റെ ആണിക്കല്ലായെന്ന് തന്നെ പറയാം. അതിൽ കൺമണി അൻപോട് കാതലൻ എന്ന പാട്ടൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. അങ്ങനെ ഈ ഒരു സിനിമ വലിയൊരു വിജയമാകാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമായി മാറിയത് കമലഹാസനും കമലഹാസൻ്റെ ഗുണ എന്ന് പറഞ്ഞ മൂവിയുമാണ്. കൂടാതെ ഗുണ എന്ന സിനിമയും കമലഹാസനും കൺമണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞ ആ ഒരു സോങ്ങുമൊക്കെ ഈ ഒരു സിനിമയുടെ വിജയത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. കാര്യം ഗുണ എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു സോങ് ചിത്രീകരിച്ചത് ഈ ഗുണ കേവിൽ വെച്ചായിരുന്നു. കൺമണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞ ആ ഒരു സോങ് കേൾക്കാത്തതായിട്ടുള്ള ആരും തന്നെ കാണുകയില്ലെന്ന് തന്നെ പറയാം. കാര്യം നമ്മളൊക്കെ ഇപ്പോഴും റിപ്പീറ്റ് വാച്ചടിച്ച് കേൾക്കുന്ന ഒരു സോങ്ങാണ്. അതിലെ ആ ഒരു ഗുഹയൊക്കെ വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. കൂടാതെ കമലഹാസൻ്റെ ഡയലോഗുകളൊക്കെ തന്നെ എല്ലാവർക്കും കാണാപ്പാഠമാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ റെഫറൻസ്, ആ ഒരു സോങ്ങും പിന്നെ ഈ ഒരു ഡയലോഗും ഒക്കെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത് തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് കമലഹാസൻ്റെ ആരാധകരൊക്കെയും ഈ ഒരു സിനിമ ഏറ്റെടുത്തു. അല്ലെങ്കിൽ ഈ ഒരു ഗുണ എന്ന് പറഞ്ഞ സിനിമ തമിഴ്നാട്ടിലെ ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയോടുള്ള സ്നേഹം അവർ ഈ ഒരു ചിത്രത്തോടും കാണിച്ചു. പിന്നെ ഈ ഒരു ഗുണ കേവ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നതായതുകൊണ്ടും അതിനെ ചുറ്റിപ്പറ്റി ഒരു കഥ വരുമ്പോഴത്തേക്ക് അവിടെയുള്ള ജനങ്ങൾക്കത് കാണാൻ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയതും ഈ ഒരു സിനിമയുടെ വിജയത്തിൻ്റെ ഏറ്റവും നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. പിന്നെ ഈ ഗുണ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനായിട്ടുള്ള സന്താന ഭാരതിയും കമലഹാസനുമൊക്കെ ഈ ഒരു സിനിമ കാണണമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകളൊക്കെ ഇടുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തമിഴ്നാട്ടിൽ ഈ ഒരു സിനിമ വളരെ വലിയ ഒരു വിജയമായി. അപ്പോൾ തമിഴ്നാട്ടിൽ വിജയമായതോടൊപ്പം തന്നെ കേരളത്തിലും വിജയമായി. അങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയില്ലെങ്കിൽ പോലും ഇന്ത്യ ഒട്ടാകെ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ സിനിമ നേടി. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷന് സഹായിച്ചതെങ്കിലും ഈ ഒരു സിനിമയുടെ ഡയറക്ടറെയും മ്യൂസിക് ഡയറക്ടറെയും നമുക്ക് ഈ ഒരു സിനിമയുടെ വിജയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഇത്രയും മികച്ച രീതിയിൽ ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത ചിദംബരം ഈ ഒരു സിനിമയിലെ ഗുണ കേവിലെയും അല്ലെങ്കിൽ ഗുണ സിനിമയിലെയും റെഫറൻസുകളും ഒക്കെ കറക്റ്റായിട്ട് വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിച്ചതും ജനങ്ങളെ ആകാംക്ഷയോടുകൂടി ഈ ഒരു സിനിമയിൽ പിടിച്ചിരുത്തുന്നതിന് വളരെയധികം സഹായിച്ചു. കൂടാതെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത സുഷീൻ ഷ്യാം ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഈ ഒരു സിനിമ മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായ ഒരു വാക്കായിരുന്നു. അപ്പോൾ അതും ജനങ്ങളെ കൂടുതൽ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്നതിന് സഹായിച്ച ഒരു ചെറിയ ഘടകമാണ്. കൂടാതെ ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ വ്യക്തിയും അവരവരുടെ റോളുകൾ മികച്ചതാക്കിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഒത്തുവന്നപ്പോൾ ഈ ഒരു സിനിമ ഒരു വലിയ ബോക്സ് ഓഫീസ് വിജയം തന്നെ നേടിയെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ ഒരു സിനിമ വളരെ കൂടുതൽ ദിവസങ്ങളിൽ തിയേറ്ററിൽ ഓടി. പെട്ടെന്നൊന്നും അവരത് OTTക്ക് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ സിനിമ കണ്ടു. ഇതെല്ലാം ഈ സിനിമയുടെ വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷനെ സഹായിച്ച ഘടകങ്ങളാണ്. ഇതൊന്നും കൂടാതെ ഈ സിനിമ ഇറങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളുകളൊക്കെ അടച്ച് വെക്കേഷൻ ആയതും ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു കളക്ഷൻ നേടുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിച്ച ഘടകമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന പറഞ്ഞ സിനിമയ്ക്ക് ഇത്രയും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ സഹായിച്ചത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇത്രയും വലിയ കളക്ഷൻ നേടിയതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.